പലപ്പോഴും ഒ പിയിലെ പേഷ്യൻസ് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന കോമൺ ചോദ്യമാണ്, ഡോക്ടറെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ അസുഖം വന്നത്, എന്തുകൊണ്ടാണ് ഈ അസുഖം എനിക്ക് ഇപ്പോൾ വന്നത്, അല്ലെങ്കിൽ കോമണായിട്ട് ഈ വാതരോഗം എന്തുകൊണ്ട് എനിക്ക് വന്നു ഡോക്ടറെ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഈ അസുഖം വന്നു. അപ്പോൾ ഈ ഒരു ചോദ്യം ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ റുമറ്റോളജിസ്റ്റും ഇമ്മ്യൂണോളജിസ്റ്റുകളും കഴിഞ്ഞ 30 കൊല്ലമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. അതിനെക്കുറിച്ച് കുറേ ഗവേഷണം നടന്നിട്ടുണ്ട്. പലതിലും ഈ ഒരു ജനറ്റിക് റീസൺ, ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ജനിതകപരമായ കുറേ ജീൻസ് ഉണ്ട് കേട്ടോ, ഇത് ഒറ്റ ജീൻസ് അല്ല, ഇന്ന ജീനുള്ളതുകൊണ്ട് ഇന്ന അസുഖം വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഒരു അസുഖത്തിന്, ഫോർ എക്സാമ്പിൾ ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസിന് HLA-B27 എന്നുള്ള ജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനാണെങ്കിൽ കുറേ ജീനുകളാണ്, 4, 5, 6 ജീനുകൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്, അതായത് അതുകൊണ്ടാണല്ലോ അച്ഛനും അമ്മയ്ക്കും അസുഖം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അസുഖം ഉണ്ടാകാനുള്ള റിസ്ക് കുറച്ച് കൂടുതലാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ജനറ്റിക് റിസ്ക് ഉള്ളവർക്ക് കുറച്ച് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് കുറച്ച് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, നമ്മുടെ ബിഹേവിയറും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ സ്വഭാവ കാര്യങ്ങളും നമ്മൾ ആഹാരം കഴിക്കുന്നതൊക്കെ വെച്ചിട്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരിക്കലും ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കില്ല, കാരണം അത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയിൽ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മോഡുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരേ ജീനുള്ള 2 പേർക്ക്, ഒരു ഇരട്ടകളുണ്ട്, 2 പേരുണ്ടെങ്കിൽ 2 പേർക്കും അസുഖം ചിലപ്പോൾ വന്നുകൊള്ളുന്നില്ല. ഒരാൾക്ക് അസുഖം വരും, മറ്റേ അസുഖം വരില്ല. അതെന്താ ഡിറ്റർമിൻ ചെയ്യുന്നത്? ആ അസുഖം വരുന്ന ആൾ ചില പ്രത്യേക ബിഹേവിയർ ചെയ്ത് കാണും, അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കുള്ള റിസ്ക് കൂടും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? മോഡിഫൈബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാം. ചില കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. മോഡിഫൈ ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജനറ്റിക്സ്. കാരണം നമ്മുടെ ജീൻസ് നമ്മുടെ ജനനത്തിൽ തന്നെ നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ്, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ സാധിക്കില്ല. അടുത്തൊരു 10 20 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ ജീൻസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ജീൻസ് നമുക്ക് കാര്യമായിട്ട് മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ജീവിക്കാം. എന്തൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മോക്കിംഗ് ആണ്. സ്മോക്കിങ്ങിലുള്ള ഓരോരോ വിഷവായുക്കളും നമ്മുടെ ശരീരത്തിനകത്ത് പോയി ലങ്സിൽ ഡാമേജ് ഉണ്ടാക്കി ലങ്സിലെ കോശങ്ങളെ നശിപ്പിക്കുക. അതിനാണ് അപ്പോപ്റ്റോസിസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അപ്പോപ്റ്റോസിസ് സംഭവിക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ചില പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കൂട്ടും. അത് സ്മോക്കിംഗ്, ഒരാൾ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ വരാം, പാസീവ് സ്മോക്കിംഗ് ആയാലും മതി, ആക്റ്റീവ് സ്മോക്കിംഗ്, അതായത് ഒരാൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കും പ്രശ്നമാണ്, അയാളുടെ കൂടെ ഉള്ളവർക്കും പാസീവായിട്ട് കിട്ടുന്ന ആളുകൾക്കും അത് പ്രശ്നമാണ്. അപ്പോൾ ആക്റ്റീവ് സ്മോക്കിംഗ് ആണെങ്കിലും പാസീവ് സ്മോക്കിംഗ് ആണെങ്കിലും നമ്മൾ എന്ത് വില കൊടുത്തും അവോയ്ഡ് ചെയ്യണം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? എയർ പൊല്യൂഷൻ. നമുക്കറിയാം, ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ജീവിക്കുന്ന ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ ഡോക്ടേഴ്സ് പറയും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൊല്യൂഷൻ്റെ സമയം, അതായത് ഒക്ടോബർ നവംബർ വന്നു കഴിഞ്ഞാൽ രോഗികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ആർത്രൈറ്റിസ് കൂടും. കാര്യം എന്താ? അത്രയും ഉണ്ട് പൊല്യൂഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ നേരത്തെ സ്മോക്കിങ്ങിൻ്റെ തന്നെ എഫക്റ്റാണ് പലപ്പോഴും പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ആ പല രാസവസ്തുക്കളും നമ്മുടെ ലങ്സിൽ പോവുകയും ഡാമേജ് ഉണ്ടാക്കി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്ന് സ്മോക്കിംഗ്, 2 എയർ പൊല്യൂഷൻ. മൂന്നാമത്തത് അൾട്രാവയലറ്റ് റേസ്. അൾട്രാവയലറ്റ് റേസ് എല്ലാത്തിലുമില്ല, പക്ഷേ എസ്പെഷ്യലി നമ്മുടെ ഒരു ഈ ലൂപ്പസ് എന്ന് പറയുന്ന SLE എന്ന് പറയുന്ന അസുഖത്തിന് അൾട്രാവയലറ്റ് റേസ് വളരെ മോശമാണ്. UV റേസ് കൊണ്ടു കഴിഞ്ഞാൽ ലൂപ്പസ് SLE ഭയങ്കരമായിട്ട് കൂടും. പിന്നെ കൂടുതലായി ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം ട്രിഗർ ചെയ്യാനുള്ള വേറൊരു ഫാക്ടറാണ് വൈറൽ ഇൻഫെക്ഷൻ. ഫോർ എക്സാമ്പിൾ ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ എപ്സ്റ്റീൻ ബാർ വൈറസ് തുടങ്ങിയ വൈറസുകൾ വരുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ ചിലർക്ക് കോവിഡൊക്കെ വന്നു കഴിയുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ടെൻഡൻസി, വാതരോഗത്തിലുള്ള ടെൻഡൻസി, ഇപ്പം ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രവർത്തിക്കുകയാണ്. പക്ഷേ അതിന് തന്നെ ബാലൻസിങ് സിസ്റ്റം ഉണ്ട്. ആ ബാലൻസിങ് സിസ്റ്റം കൊണ്ട് അതിന് ശരിയാക്കി കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റും? ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം മൊത്തം താറുമാറാകുകയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വളരെ സിവിയറായിട്ട് നമ്മുടെ ജോയിൻസിനെ വന്ന് അറ്റാക്ക് ചെയ്യും, ബാക്കി ഓർഗൻസിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് ഇൻഫെക്ഷനാണ് വേറൊരു പ്രധാനപ്പെട്ട റീസൺ. എസ്പെഷ്യലി ചിക്കൻ ഗുനിയൊക്കെ നമുക്കറിയാം. ചിക്കൻ ഗുനിയ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് കുറേ ആളുകൾക്കത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖം ഉണ്ടാക്കുകയും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ടുള്ള ദീർഘകാലത്തേക്ക് ആർത്രൈറ്റിസ് ഉണ്ടാകുകയും ചെയ്തു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ്, അത് ഈടെയായിട്ടാണ് ആളുകൾക്കത് കൂടുതലായിട്ട് മനസ്സിലായി വരുന്നത്, സ്ട്രെസ്സ്. പലപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഒരു ഒറിജിൻ നമ്മൾ നോക്കുമ്പോൾ SLEയുടെ ഒരു അസുഖം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് പോകുമായിരിക്കും. കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു പേഷ്യൻ്റാണ്, സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ പേഷ്യൻ്റാണ്. അദ്ദേഹത്തിനെ കുറച്ച് വളരെ നന്ന കൺട്രോളായിട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന മരുന്നോട് റെസ്പോണ്ട് ചെയ്യാതായി. അതിനുശേഷം സംസാരിച്ചപ്പോഴാണ് ജീവിതത്തിൽ ഭയങ്കരമായ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ മെൻ്റൽ സ്ട്രെസ്സ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രവർത്തനം പൂർണ്ണമായി താളം തെറ്റും. താളം തെറ്റുമ്പോൾ എന്ത് പറ്റും? ഈ അസുഖം ഏതാണെങ്കിലും, ഇപ്പം ഷുഗറും പ്രഷറും കൂടും നമുക്കറിയാം.
സ്ട്രെസ് വരുമ്പോൾ. അതോടൊപ്പം തന്നെ ഈ ആർത്രൈറ്റിസും കൂടും. അതുപോലെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഫസ്റ്റായിട്ട് ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത് വളരെ കൂടുതൽ ആളുകളുണ്ട്. പലപ്പോഴും എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമയത്ത് ജീവിതത്തിൽ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു പീരീഡിന് ശേഷമായിരിക്കും ചിലർക്ക് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ സ്ട്രെസ്സ് കുറച്ച് വയ്ക്കാൻ നമുക്ക് മെഡിറ്റേഷനോ പ്രാണായാമോ എന്തെങ്കിലും പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിപ്പം നിങ്ങൾക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൗൺസിലറെ കണ്ട് നിങ്ങളുടെ സ്ട്രെസ് ഒന്ന് ഡിസ്കസ് ചെയ്താൽ തന്നെ പലപ്പോഴും അത് വളരെയധികം വ്യത്യാസം ഉണ്ടാക്കും. അത് പറഞ്ഞു വന്നത് സ്ട്രെസ്സ് ഇതിൽ മേജറായിട്ടൊരു ഫാക്ടറാണ്. പിന്നീടൊരു ഫാക്ടറാണ് നമ്മുടെ ഡയറ്റിൽ വലിയ എവിഡൻസ് ഒന്നുമില്ല. ഉള്ള എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡയറ്റിനെക്കുറിച്ച് ആളുകൾ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലതരത്തിലുള്ള റെക്കമെൻഡേഷനും കാണാറുണ്ട്. അതൊന്നും പലപ്പോഴും ശാസ്ത്രീയമായ ഒരു വാലിഡിറ്റി ഇല്ലാത്തതാണ്. അത് കഴിക്കൂ ഇത് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പ്രൂവൺ ആയിട്ടൊരു കാര്യം, ഉപ്പ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് ഒരു ആർത്രൈറ്റിസിൻ്റെ റിസ്ക് കൂടുതലാണെന്ന് കുറച്ച് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതേസമയം ഗൗട്ട് പോലുള്ള യൂറിക് ആസിഡ് കൂടി വരുന്ന അസുഖങ്ങളിൽ ഫിഷും റെഡ് മീറ്റും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗൗട്ടിൻ്റെ ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ അത് ഗൗട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഡയറ്റിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറ്റിക്കലി ഒരു പ്രിഡിസ്പോസ്, അതായത് ജനറ്റിക്സ് ആയിട്ട് ജനിതകപരമായിട്ട് ഈ അസുഖം വരാൻ ടെൻഡൻസി ഉള്ള ആളുകളിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒത്തു വരുമ്പോഴാണ് പലപ്പോഴും ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ കുറേ ആളുകൾക്ക് ഇതൊന്നും ഇല്ലാതെ അസുഖം വരാം. ഒരു 50% ആളുകൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ റിസ്ക് ഫാക്ടർ കാണും. ബാക്കി 50% ആളുകൾക്ക് ഈ റിസ്ക് ഫാക്ടർ ഒന്നും കാണത്തില്ല. അതിന് കാരണം ചിലപ്പം 6 ജീനാണെങ്കിൽ റെസ്പോൺസിബിൾ എന്ന് വിചാരിക്കാം. ചില ആളുകൾക്ക് 6 ജീനും കാണും. 6 ചീത്ത ജീനും അവർക്ക് കിട്ടി. അപ്പോൾ 6 ചീത്ത ജീനും ഉണ്ടാകുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്ന റിസ്ക് നല്ല രീതിയിലുണ്ട്. അവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പം അസുഖം വരാം. ചിലർക്ക് കയ്യാലപ്പുറത്തേക്കും തേങ്ങ പോലെ 4 ജീനേ ഉള്ളൂ. ഈ 4 ജീനുള്ളവർക്ക് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? ചിലപ്പോൾ അവർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരില്ല. അവർ സ്മോക്ക് ചെയ്തില്ല, നല്ലൊരു ഫുഡ് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് സ്ട്രെസ്സൊന്നും ഇല്ലാതെ എക്സസൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ അവർക്ക് അസുഖം വരാനുള്ള ചാൻസ് വളരെ കുറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആർത്രൈറ്റിസ് വരാനുള്ള റിസ്ക് കുറയും. ഇത് ആർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? ഒരാൾക്ക് ഫാമിലിയിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം കുട്ടികൾക്ക് ഈ അസുഖം വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്, ജനറൽ പബ്ലിക്കിനേക്കാളും കുറച്ച് കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സ്മോക്ക് ചെയ്യാതെ പൊല്യൂഷൻ കുറച്ച് സ്ട്രെസ്സ് കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആർത്രൈറ്റിസ് വരാനുള്ള റിസ്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും.